ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്ന ആ ബിഗ് മീറ്റിംഗ് ഒടുവിൽ കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിലെത്തി ഷി ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചകൾ വെറും ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് ആയിരുന്നില്ല. അത് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റാൻ പോകുന്ന ഒന്നായിരുന്നു. 9 വർഷത്തിനു ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ സ്റ്റേറ്റ് വിസിറ്റ് നടത്തുന്നത്. ഫാന്റാസ്റ്റിക് ട്രേഡ് ഡീൽസ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിനിടയിൽ തായ്വാൻ വിഷയത്തിൽ ഷി ജിൻപിങ് നൽകിയ ചില ഷാർപ്പ് വാർണിംഗ്സ് ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഉച്ചകോടിയിൽ നടന്നത്? ചൈന എന്തിനാണ് അമേരിക്കയിൽ നിന്ന് വീണ്ടും ഓയിലും സോയാബീനും വാങ്ങുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ എനർജി ആൻഡ് അഗ്രികൾച്ചർ. ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ചൈന കുറയ്ക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇതിന് പകരമായിട്ട് അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ ചൈന സമ്മതിച്ചിരിക്കുകയാണ്. കൂടാതെ അമേരിക്കൻ കർഷകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് വമ്പൻ തോതിൽ സോയാബീൻസ് വാങ്ങാനും ചൈനീസ് ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അടുത്തത് ഏവിയേഷൻ ആണ്. ഏവിയേഷൻ രംഗത്തും വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ബെയ്ജിംഗിന്റെ ബോയിങ് 200 വിമാനങ്ങൾ വാങ്ങാനുള്ള ഡീലിലാണ് ട്രംപ് ഇവിടെ സീൽ ചെയ്തിരിക്കുന്നത്. അടുത്തത് മാർക്കറ്റ് ആക്സസ് ആണ്. അമേരിക്കൻ കമ്പനികൾക്ക് ചൈനീസ് മാർക്കറ്റിൽ കൂടുതൽ ആക്സസ് നൽകാനും പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിൽ അമേരിക്കൻ ബാങ്കുകൾക്ക് കൂടുതൽ അവസരം നൽകാനും ചൈന സമ്മതിച്ചിട്ടുണ്ട്. ഈ യാത്രയിലെ മറ്റൊരു പ്രധാന കാഴ്ചയായിരുന്നു ട്രംപിനൊപ്പം എത്തിയ അമേരിക്കൻ ബിസിനസ് പ്രതിനിധികൾ. ഇലോൺ മസ്ക്, ടെസ്ലയുടെ മസ്ക്, അതുപോലെ ആപ്പിളിന്റെ ടിം കുക്ക്, പിന്നെ ജെൻസൺ ഹുവാങ്, എൻവിഡിയയുടെ ജെൻസൺ ഹുവാങ് തുടങ്ങി 16 വമ്പൻ കമ്പനികളുടെ സിഇഒമാരാണ് ട്രംപിനൊപ്പം ബീജിംഗിലെത്തിയത്. ചൈനീസ് പ്രീമിയർ ലി ജിയാങ്ങുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. സ്റ്റേബിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ ആയ ഒരു സാമ്പത്തിക ബന്ധമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ലി ജിയാങ് അവരോട് വ്യക്തമാക്കി. ടെക്നോളജി യുദ്ധത്തിനിടയിലും ബിസിനസ് റിലേഷൻസ് സ്ട്രോങ് ആക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പരസ്പര സഹകരണത്തിന് പുതിയ ചില ഗൈഡ് ലൈനുകൾ കൊണ്ടുവരാനും തീരുമാനമായിട്ടുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും എല്ലാം അത്ര സ്മൂത്ത് ആയിരുന്നില്ല സുഹൃത്തുക്കളെ. പുറമെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ കടുത്ത പിരിമുറുക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് തായ്വാൻ ഇഷ്യൂ ആണ്. തായ്വാന്റെ കാര്യത്തിൽ ഷി ജിൻപിങ് വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്ക തായ്വാന് നൽകുന്ന $11 ബില്യൺ ആയുധ പാക്കേജിനെ കുറിച്ച് ഷി കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഇത് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള സംഘട്ടനത്തിലേക്ക്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകി. അടുത്തത് ഇറാൻ ക്രൈസിസ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കാനും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറന്നിടാനും ചൈന സഹായിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇതിന് ചൈന പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇറാനെ പൂർണ്ണമായും തഴയാൻ ചൈന തയ്യാറല്ല. ഹെൽപ്പ് ഫോർ ഹെൽപ്പ് എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്ന പരിഹാരത്തിന് പകരമായിട്ട് തായ്വാൻ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാണോ ട്രംപ് നോക്കുന്നത് എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഷി ജിൻപിങ് ഈ പുതിയ ബന്ധത്തെ വിശേഷിപ്പിച്ചത് കൺസ്ട്രക്റ്റീവ് സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി എന്നാണ്. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പരസ്പര സഹകരണത്തിന് മുൻഗണന നൽകുന്ന ഒരുതരം സ്ഥിരത. ഇതിനായി ഒരു പുതിയ ട്രേഡ് ബോർഡ് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുതൽ കച്ചവട കാര്യങ്ങളിൽ തർക്കമുണ്ടായാൽ താരിഫുകൾ കുത്തനെ കൂട്ടി യുദ്ധം ചെയ്യുന്നതിന് പകരം ഈ ബോർഡ് വഴി സംസാരിച്ച് തീർക്കാനാണ് പ്ലാൻ. കഴിഞ്ഞ വർഷത്തെ ട്രേഡ് വാർ കാരണം ഉണ്ടായ വമ്പൻ നഷ്ടങ്ങൾ ഒഴിവാക്കാനാണ് ഇങ്ങനൊരു നീക്കം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ ഈ ഒരു സന്ദർശനം അമേരിക്കൻ ഇക്കണോമിക്ക് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. കർഷകർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഗുണകരമായ ഡീലുകൾ അദ്ദേഹം നേടിയെടുത്തു. പക്ഷേ തായ്വാൻ എന്ന ടൈം ബോംബ് അവിടെ തന്നെയുണ്ട്. ഇത് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും അറിയില്ല. ചൈനയുടെ സഹായത്തോടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപിന് കഴിയുമോ? അതോ ഇത് താൽക്കാലികമായ ഒരു സമാധാനം മാത്രമാണോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.